പക്കൽ സത്യ അവൻ നേരിട്ട് കണ്ടതാ വീഡിയോ കോളിൽ കൂടെ. ഞാൻ ആരോടും പോലും പറയാണ്ട് ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ട് ഞാൻ ആ പെണ്ണുമ്പിളയുടെ മുഖത്ത് നോക്കി വലിച്ചെറിഞ്ഞിട്ട്, എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, എൻ്റെ കസിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആ ഏജന്റിന്റെ മുഖത്ത് നോക്കി വലിച്ചെറിഞ്ഞിട്ടുണ്ടല്ലോ. അവളുടെ അടുത്ത് നിന്ന് ഞാൻ മാറി റൂം എടുത്തപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടും ആ ഒരു മൈനവൻ, ആ ബോയ് ഫ്രണ്ട് ഡ്രൈവറും കൂടെ എൻ്റെ കൂടെ താമസിക്കാൻ വന്നു. എന്നിട്ട് ഗേൾ ഫ്രണ്ടിനെ അറിയിച്ചില്ല. അപ്പം ഞാൻ എടുത്ത റൂമിൽ 2 റൂമുണ്ട് ടപ്പൂസേ. അല്ല അപ്പു, ഒരു റൂമിൽ ഞാൻ മാത്രം, അതിൽ ബാത്റൂം ഉണ്ട്, അതെനിക്ക്, കിച്ചൺ ഉണ്ട്. അപ്പുറത്തെ റൂമിൽ ഇവർ താമസിക്കുന്നു. എന്നിട്ട് ഗേൾ ഫ്രണ്ട് ഇടക്കിടക്കിടക്ക വരും ഇവരെ അന്വേഷിച്ച്. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഒരിക്കലും നിന്റെ ഏജന്റ് അറിയാൻ ഞങ്ങളിവിടെ താമസിക്കുന്നു. എന്നിട്ട് ആ പെണ്ണുമ്പിള്ള നമ്മൾ എല്ലാം കൊടുത്തു, പൈസയും കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് എൻ്റെ റൂമിലേക്ക് വരും. അവളുടെ ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച്. എന്നിട്ട് വന്ന് നോക്കും എൻ്റെ റൂമിൽ. അപ്പം എന്നോട് പറയും ഈ റൂം തുറക്കാൻ പറയും. ഞാൻ പറഞ്ഞു, അപ്പം അവർ ആ റൂമിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. എനിക്ക് പറയാൻ പറ്റുമോ? എന്നെ കൊല്ലൂല്ലേ? എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, പറയാൻ പറ്റില്ല ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫിലിപ്പീനയുടെ റൂമാണ്. ഞാൻ 2 റൂം എടുത്ത് അത് ഫിലിപ്പീനിക്ക് കൊടുത്തേക്കാൻ നോക്കും. കാരണം ഫിലിപ്പീനി അല്ല അതിൻ്റെ ഉള്ളിൽ, ഇവന്മാർ 2 പേരാ അതിൻ്റെ ഉള്ളിൽ ഒഴുങ്ങിയിരിക്കുക. എന്നിട്ട് ഇവിടെ പോയിട്ട് രാത്രി തല്ലും. എന്നിട്ട് കിടക്കണത് എൻ്റെ കൂടെ. അവന് ഞാൻ കിടന്നു കൊടുക്കണം ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും. മനസ്സിലായ? എന്നിട്ട് എന്നെ പറ്റിച്ച്, എൻ്റെ വീട്ടുകാരും പറ്റിച്ചിട്ട് എൻ്റെ എത്ര ലക്ഷം രൂപ മേടിച്ചു. ഞാൻ അവിടെ 2 വർഷം കഷ്ടപ്പെട്ട കാശ് മുന്നു ആ മരുന്ന് എടുത്തത് അവനും അവൻ്റെ കൂട്ടുകാരും പിന്നെയും കുഴപ്പമില്ല. ഇപ്പം അവൻ ചെയ്യില്ലാന്ന് പറഞ്ഞു കേട്ടു ബഹ്റൈനിൽ ആ മൈരി. അറിയോ? 1-2 രൂപയൊന്നുമല്ല, 12 ലക്ഷം അതിന് ഊഹിച്ചേ ബിസിനസ് തുടങ്ങാമെന്നും പറഞ്ഞു. അങ്ങനെ നൗഷാദാ പറഞ്ഞത്, അവിടെ നിർത്തിക്കോ, നീ രക്ഷപ്പെട്ടോ, ഇനി അവിടെ നിൽക്കണ്ട. അവനറിയാലോ, നൗഷാദിനറിയാലോ, എല്ലാ കാര്യങ്ങളും അവനറിയാം. അങ്ങനെയാണ് അവൻ ഇവിടെ കൊണ്ടുവന്നത് ദുബായിക്ക്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്നത്. അതൊക്കെ ഒരു അമ്പ കഥയാ. ഞാൻ കൂടെ കിടന്നു കൊടുത്തോണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. അവൻ എന്നെ ഒന്നും ചെയ്തില്ല. ബാക്കി എല്ലാ പെണ്ണുങ്ങളും അവൻ ഇതാക്കി. മനസ്സിലായ? അവരെൻ്റെ കൂടെ താമസിച്ചു, എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവര് കൂടെ കിടന്നു കൊടുത്തു വേറെ ആ മരുന്ന്. അപ്പൂസേ ഓടോ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ 12 ലക്ഷം രൂപ പോയത്. അവനോട് ചോദിച്ചാലോ നൗഷാദിന്. എൻ്റെ അമ്മച്ചത് എന്നും പറഞ്ഞു കരയും. ആ വേറെ പോയ സമയത്ത് നിന്റെ കൂടെ നിന്ന ചെറുക്കന്മാർ 2 എന്നെ പറ്റിച്ച് എൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയിട്ടേ, ഓ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. ഞാൻ അതുകൊണ്ടാ വേറെ പോവാത്ത ഭൈരന്മാര്. എൻ്റെ മനസ്സിന്ന് ഓർക്കില്ല വേറെ എല്ലാ കഥ. അന്നും ഒറ്റയ്ക്ക് തന്നെയാ പൊരുതിയത്, ഇന്നും ഒറ്റയ്ക്ക് തന്നെയാ. പോയത് പോട്ടെ, ഇനി മേലിൽ ചെയ്തു പോലെയുള്ള കാര്യങ്ങൾ നിൽക്കണ്ട കേട്ടോ. ഇല്ല കഴിഞ്ഞ് നമുക്കറിയില്ലല്ലോ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവരെ റൂമിൽ കയറ്റി താമസിപ്പിച്ചു. എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അവന് ചോറ് വെച്ച് വിളമ്പി കൊടുക്കണം, ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഈ 2 ആളുകൾക്ക് ഞാൻ കിടന്നു കൊടുക്കണം. പോരാത്തിന് കസ്റ്റമർ വേറെ. ഞാൻ നുണ പറയില്ല, എനിക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അറിയുന്ന 2 വ്യക്തികളുള്ളൂ, ഷൈജു ആണും നൗഷാദും. ഈ 2 വ്യക്തികൾക്കും അറിയാം. അപ്പൂസേ ഇവിടെ കുറെ ആൾക്കാർ എന്തൊക്കെ ചോദിച്ചു ബഹ്റൈനിലെ വീട് പണി തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ടായിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഇത് കിട്ടണ്ടേ. പെരവണി തുടങ്ങിയിട്ടില്ല. പെരവണി തുടങ്ങുമ്പോൾ ഞാൻ ഒന്നുകൂടെ പോകും. കല്ലിടലല്ലേ കഴിയും. ചിലപ്പോൾ ഞാൻ അടുത്ത മാസം ഒന്നുകൂടെ പോകും. അടുത്ത മാസം ഇറങ്ങി നോക്കട്ടെ. എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്ന? എവിടെ ഇന്നലെ നീ വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലേ? ബിജുയുടെ നമ്പർ ഇല്ല. ദുബായില് പിന്നെ അങ്ങനെ ആരും പറ്റിച്ചിട്ടില്ല കേട്ടോ.
വീട് എത്ര സ്ക്വയർ മീറ്റർ ആണെന്ന് പറയില്ല, ഇവിടെ പറയില്ല. വേറെ നരഡോസ് ഏപ്രിൽ വരുമോ? ഞാൻ പോകുന്നുണ്ട്, നോക്കട്ടെ. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു എത്തി. ഇല്ല, എൻ്റെ വീട് പണിയുന്ന സ്ക്വയർ ഫീറ്റർ ലൈവ് പറയില്ല. വീട് പണി കഴിഞ്ഞപ്പോൾ ഞാൻ പറയാം, കാണിച്ചു തരാം. അതരന്നോ വീട് പണിയുടെ കാര്യം ഞാൻ ചോദിക്കണ്ട. കണ്ണേറ് കിട്ടും കുട്ടി, കണ്ണേറ് കിട്ടും, നടക്കാണ്ട് വരും. നമ്മുടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയരുത്, മനസ്സിലായ? അതുകൊണ്ട് ചോദിക്കണ്ട, പറയില്ല. എന്ത് ചോദിച്ചാലും ഞാൻ ഇല്ലാന്നേ പറയൂ, മനസ്സിലായ? കണ്ണേറ് കിട്ടും സോഷ്യൽ മീഡിയക്കാരുടെ. വീട് പണിയൊക്കെ കഴിഞ്ഞ് പെരകുടിയൊക്കെ ആകുമ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരും. വീടിന്റെ കാര്യം എന്ത് ചോദിച്ചാലും അതെ, ഞാൻ ഇല്ല എന്നേ പറയുള്ളൂ. വീട് പണി ഒന്നും തുടങ്ങിയിട്ടില്ല എന്നേ പറയൂ, മനസ്സിലായ? വേറെ നരഡോസ്. യെസ്. അല്ല അപ്പൂസേ, അപ്പൂസും ഉണ്ട്. എന്തു വെച്ചാൽ ഇല്ലെന്നേ പറയൂ. തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ അറിഞ്ഞാൽ മതി. ഗെയിം ഇടും, നീ ഒന്ന് ജയിപ്പിക്കോ? കാന്താരി ഇത് കഴിച്ചേൻ മാറ്റണമെന്നുണ്ട്. ശ്രുതി തമ്പി ഗെയിം ഇടും ഇപ്പോൾ. ഈ മയറിനെ ആരും പിടിച്ചൊന്ന് ബ്ലോക്ക് അടിച്ച് ബ്ലോക്ക് അടിച്ച് കളയാമോ? ഒന്ന് ബ്ലോക്ക് അടിച്ച് കളയാമോ പ്ലീസ്? അതിനെ പിടിച്ചിട്ട് ബ്ലോക്ക് അടിക്ക്. അയ്യോ, ചെയ്തു. കുറെ നേരമായിട്ട് ഗെയിം കളിക്കും. ചേച്ചി നോക്കട്ടെ, ബാലിന് സ്പെഷ്യൽ കഥ ഉണ്ടോ? അയ്യോ ഇല്ല, നമുക്ക് എന്ത് വാലന്റൈൻസിന് അപ്പോ പിന്നെ കഥയൊക്കെ പറയണേ നമ്മുടെ മറ്റാള് വരണ്ടേ, എന്നാലേ കഥ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കസ്റ്റമർ ഒന്നും എടുക്കുന്നില്ലല്ലോ, ഞാൻ എങ്ങനെ കഥ പറയും? കസ്റ്റമർ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കഥ പറയും? സീമസേ ഉണ്ടാക്കി പറയാൻ പറ്റുമോ? ഉണ്ടാക്കി പറയാൻ എനിക്ക് കിട്ടൂല. ഇവിടുന്ന് ഒരാളെ സെറ്റാക്കണ്ട അപ്പൂസേ, നീ ഇവിടെ വെറുതെ ഇരിക്കാണ്ട് ഈ ലൈവിൽ ഇരുന്നിട്ട് ആരെങ്കിലൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇടക്കിടക്കിടക്ക് നല്ല പെമ്പിളരൊക്കെ മനുഷ്യ കുത്തിയിട്ട് ഹായൊക്കെ കൊടുത്ത് സെറ്റാക്ക്, അപ്പൊ നല്ലതിനൊക്കെ കിട്ടും. അതറിയില്ല അല്ലേ? വെറുതെ ഇരിക്കാൻ പാടില്ല. അതെന്താ നിനക്ക് വേണ്ടാത്തേ? നിനക്ക് വേണ്ട, ഞാൻ മതിയോ? അതെ ചോദിക്കുന്നത്. നല്ല പെണ്ണാട കാന്താരി. കേട്ടാൽ മനസ്സിലായില്ല. ഒരിക്കലും മൂക്ക് കടിക്കുന്നു, ജലദോഷം പിടിച്ചു. നമ്മൾക്ക് ഒരു പെണ്ണുങ്ങളെ സെറ്റ് ആവണമെങ്കിൽ നമ്മൾ ഓരോരോ ലൈവിൽ പോയിട്ട് മനുഷ്യ കുത്തി കളിക്കണം. കേട്ടില്ല, ഒന്നും പറഞ്ഞതാ, കേക്ക്. മനുഷ്യ കുത്തി അല്ലേ? മനുഷ്യ കുത്തി കളിച്ചാലേ സെറ്റ് ആവും. ഇവിടുന്ന് അങ്ങനെ പെണ്ണുങ്ങൾ പോയേക്കണേ. കറക്റ്റ്, സത്യമാണ് കാന്താരി. അതറിയില്ല, ഞാൻ പിന്നെ പിടിച്ചു വെക്കൂല കേട്ടോ. പോകുന്നൊരു പോകും, കല്ല് വെല്ലി മനുഷ്യ കുത്തി കഴിഞ്ഞാൽ വഴിക്ക് പൊക്കണം. പിന്നെ ഈ ഭാഗത്തേക്ക് തിരിച്ചു വന്നാൽ ഞാൻ ബ്ലോക്കാം. എൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പോന ഉള്ളി പുറത്തു.